ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞു. CPO കഴിഞ്ഞു, സിവിൽ എക്സൈസ് ഓഫീസർ കഴിഞ്ഞു, ഡിഗ്രി പ്രിലിംസിൻ്റെ 3 സ്റ്റേജുകളിലുള്ള എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് ജൂലൈ 18 മുതൽ 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾ വരാനുണ്ട്. നമ്മുടെ കമ്പനി ബോർഡ് LGSനും അതുപോലെ ബെവ്കോ LDCക്കും അതുപോലെ VFAയുടെ ഡേറ്റ് വന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പുതുതായിട്ട് വരാനുള്ള പരീക്ഷകൾ 7th ലെവലാവട്ടെ, 10th ലെവലാവട്ടെ, യൂണിഫോം ലെവലാവട്ടെ, ഡിഗ്രി ലെവലാവട്ടെ, അതല്ല ടീച്ചിങ് ലെവൽ പോസ്റ്റുകളൊക്കെ ഇനി ഏതൊക്കെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാനുള്ളത് ഈ ഒരു വർഷം എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് LGS ലെവലിൽ നമുക്ക് വരാനുള്ളത് വേരിയസ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം അവസാനത്തേക്ക് വരാൻ എല്ലാ ചാൻസുകളും ഉണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഇപ്പോൾ ഒന്ന് കമ്പനി ബോർഡ് LGS നടക്കുന്നുണ്ട്, പ്രിലിംസ് നടക്കും, നെക്സ്റ്റ് മന്ത് നടക്കും. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു LGSന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വേരിയസ് LGSൽ എന്താണ് ഡിഗ്രി കംപ്ലീറ്റ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു എക്സാമാണ് വേരിയസ് LGS. കമ്പനി ബോർഡ് ആണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. കുറച്ചും കൂടെ ഒന്ന് കോമ്പറ്റീഷൻ കുറഞ്ഞൊരു LGS എക്സാം ആയിരിക്കും വേരിയസ് LGS വരാനുള്ളത് ഈ ഒരു വർഷം അവസാനത്തേക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമാണ് LDC. അപ്പോൾ അടുത്ത LDCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വർഷം അവസാനത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് LDCയുടെ നോട്ടിഫിക്കേഷൻ. 10th ലെവലിൽ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പരീക്ഷ അതാണ്. പിന്നെ VFA നിങ്ങൾക്കറിയാം സെപ്റ്റംബറിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ പിന്നെ ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വരാൻ അപ്ലൈ ചെയ്യാനുള്ള പുതുതായിട്ട് തുടങ്ങുന്നവരും അതുപോലെ അടുത്തൊരു എക്സാം ടാർഗറ്റ് ചെയ്യുന്നവർക്കൊക്കെ വരാനുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ 7th ലെവലിൽ വേരിയസ് LGS, 10th ലെവലിൽ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമാണ് LDC വരാനുണ്ട്. അതേപോലെ 12th ലെവൽ പോസ്റ്റുകളാണെങ്കിൽ നമുക്കിപ്പോൾ CPO എക്സാം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു CPOയുടെ കുറച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ലാസ്റ്റിലേക്കൊക്കെ വരാൻ CPO ഉണ്ട്. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ചായി. അതുപോലെ ഫയർമാൻ എക്സാം ഉണ്ട്. 12th ലെവലിൽ 3 യൂണിഫോം ലെവൽ പോസ്റ്റുകൾ, സിവിൽ പോലീസ് ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർമാൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻസും വരാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഡിഗ്രി ലെവൽ കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി പ്രിലിംസ് 3 നമുക്ക് സ്റ്റേജുകൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് മെയിൻസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതേപോലെയാണ് അടുത്തൊരു ഡിഗ്രി ലെവൽ. ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. ഡിഗ്രി ഇപ്പോൾ ഒരു ലാസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ മേലെ വരാൻ തുടങ്ങി, പ്രൊഫഷണലൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന അടുത്ത ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ ഇനി വരാനുള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് മാനേജർ കേരള കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള, അതുപോലെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എക്സാം വരാനുണ്ട്. അതുപോലെ സ്ഥിരം ഉണ്ടാകുന്ന എല്ലാ വർഷവും ഉണ്ടാകുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SIയുടെ ഒരു എക്സാമും വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യം പ്രിലിംസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഡിഗ്രിയുടെ എല്ലാ ലെവൽ എക്സാംസിനും കോമൺ ആയിട്ടൊരു പ്രിലിംസ് വരാനുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിലിംസിനുള്ള പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സമയമാകുമ്പോഴേക്കും പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ അത്യാവശ്യം പഠിക്കാനുള്ള ഒരു സിലബസ് ആണ് ഡിഗ്രി ലെവൽ എക്സാംസിനുള്ളത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരായിട്ട് ഇത് എന്തായാലും ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്ന പോസ്റ്റുകളാണിത്. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന വേറെ 2 ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ് LSGD, കഴിഞ്ഞ പ്രാവശ്യം LSGS നടന്ന ആ ഒരു സംഭവം. അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ഡിഗ്രി ലെവൽ പോസ്റ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടീച്ചിങ് പോസ്റ്റ്, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പോസ്റ്റ് തന്നെ ആയിരിക്കും. LPUPയുടെ നമ്മുടെ ബാച്ചുകളൊക്കെ ഓൾറെഡി 2 നടന്നു. 3ാമത്തെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LPUPക്ക് വേണ്ടിയിട്ടുള്ള പുതിയ 3.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും LPUPക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യേണ്ട ബാച്ച് LPUP 3.0 ബാച്ചാണ്. നമ്മൾ ജൂണിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ LPUPയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ ഒരു വർഷം അവസാനത്തേക്ക് ഡിസംബർ 31 ആ ഒരു റേഞ്ചിൽ ലാസ്റ്റിലേക്കായിരിക്കും LPUPയുടെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുന്ന എക്സാം ഏതാണോ അതിന് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള സൈലം PSCയുടെ ഇപ്പോൾ റണ്ണിങ് ആയിട്ട് അതുപോലെ പുതിയ നമ്മുടെ ബാച്ചുകളൊക്കെ ഏതാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വേരിയസ് LGSൻ്റെ ബാച്ച് നമ്മൾ തുടങ്ങുന്നത് 29 ജൂണിനാണ്. ജൂൺ 29 വേരിയസ് LGSൻ്റെ ബാച്ച് തുടങ്ങും. അതേപോലെ ഡിഗ്രി പ്രിലിംസ്, അടുത്തൊരു ലോങ് ടേം ഡിഗ്രി പ്രിലിംസ്, നെക്സ്റ്റ് ഇയറിൽ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയവർക്ക് ഡിഗ്രി പ്രിലിംസ് 2027 എന്ന് പറഞ്ഞ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഇനി ഒരു 1-2 വീക്ക് അല്ലെങ്കിൽ 7 ദിവസം, ഒരു 10 ദിവസത്തിനുള്ളിൽ തുടങ്ങുന്ന 2 ബാച്ചുകളാണ് വേരിയസ് LGSൻ്റെ ബാച്ചും അതുപോലെ ഡിഗ്രി പ്രിലിംസ് 2027 എന്ന് പറഞ്ഞ ബാച്ചും. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ്, ഇപ്പോൾ 7th ലെവൽ പരീക്ഷകൾക്കാണ് നോക്കുന്നതെങ്കിൽ വേരിയസ് LGS ആണ് നോക്കേണ്ടത്. ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ചും ഉണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്ത വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബാച്ചുകൾ. ഒന്ന് LDCയുടെ ബാച്ചാണ്. നിങ്ങൾക്കറിയാം LDC നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല റിസൾട്ടുകൾ വളരെയധികം കേരളം മൊത്തമുള്ള എല്ലാ റിസൾട്ടുകളും നമ്മൾ തൂത്തുവാരിയ 2 എക്സാംസ് ആയിരുന്നു, LDC LPUP. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ഏറ്റവും പുതിയ 2 ബാച്ചുകൾ ജൂണിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ജൂൺ 17 ആരംഭിച്ചത്, അപ്പം അടുത്താണ്. അതേപോലെ തന്നെ മറ്റേത് ജൂൺ 10 ആരംഭിച്ചത്. അപ്പോൾ അതിലേക്കൊക്കെ 2ലേക്കും ഇപ്പോഴും ജോയിൻ ചെയ്യാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠനം സൈലം BSCയോട് ഒപ്പാക്കി കഴിഞ്ഞാൽ അടുത്തൊരു ഗവൺമെൻറ് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.